ഹിന്ദുക്കളിലെ മഹാഭൂരിപക്ഷത്തിന് ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാൻ അവസരത്തിനായി പോരാടിയത് ഇടതുപക്ഷമാണ്. ഇതൊരു പുതിയ കണ്ടുപിടുത്തമാണ്. കണ്ടുപിടിച്ചിരിക്കുന്നത് സഖാവ് എം.എ. ബേബിയാണ്. സഖാവ് അങ്ങനെ പല കണ്ടുപിടുത്തങ്ങളും പറയാറുണ്ട്. അതിലൊരു കണ്ടുപിടുത്തം ഒരു കണക്കാക്കിയാൽ മതി. അല്ല സാർ, ഇതിലെന്തെങ്കിലും ഫാക്റ്റ് ഉണ്ടോ? അത് നമ്മൾ സീറോ ഫാക്റ്റ്. ഇപ്പോൾ കാരണം വെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ആ തരത്തിലുള്ള സമരങ്ങളുടെ ഒരു ചരിത്രം എടുക്കുകയാണെങ്കിൽ 1924 വൈക്കം സത്യാഗ്രഹം. അവർ നടക്കാനുള്ള സ്വാതന്ത്ര്യം. ആ സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടോ ഇന്ത്യയിൽ 1924? ഇല്ല. ക്ഷേത്രപ്രവേശന വിളംബരം തിരുവിതാംകൂർ രാജാവ് പ്രഖ്യാപിച്ച 1936. അന്ന് എവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുള്ളത്? ഇല്ല. 36 ക്ഷേത്രപ്രവേശന വിളംബരം. അല്ല, പാർട്ടി വരുന്നത് 19 പിണറായി പാറപ്പുറത്ത് ഒരു സ്ഥാപിച്ചു എന്ന് പറയുന്നത് ആ വർഷമാണ്. അതെ. അപ്പോൾ ഈ രണ്ട് കാര്യത്തിൽ ഇവർക്ക് എന്താ പങ്കുള്ളത്? പിന്നെ ഇവർ സാധാരണ മനുഷ്യന്മാരെ പറ്റിക്കാനായിട്ട് ബേബി സഖാവിനും അതുപോലത്തെ സഖാക്കന്മാർക്കൊക്കെ പല തന്ത്രങ്ങളുണ്ട്. അതിലൊന്നാണ് എ.കെ. ഗോപാലൻ സമരം ചെയ്തത്. എ.കെ. ഗോപാലൻ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല, ഗുരുവായൂർ സത്യാഗ്രഹം. പിന്നെ കോൺഗ്രസ്സുകാരനായിരുന്നു. കെ.കെ. എളപ്പജിയോടൊപ്പമാണ് അദ്ദേഹം സമരം നയിച്ചത്. എ.കെ.ജി കോൺഗ്രസ്സുകാരനായിരുന്നു എന്നാണ്. എ.കെ.ജി BMS ഒക്കെ കോൺഗ്രസ്സുകാരായിരുന്നില്ലേ? അതിനുശേഷമല്ലേ അവർ വർഷം ഞാൻ പറയാലോ. അപ്പോൾ ബേബി സഖാവിനെ ഇത് അറിയാതെ പോയതാണ്. അറിയാതെ ഒന്നുമല്ല. 1931-32 ഗുരുവായൂർ സമരം. 31-32 ബേബി സഖാവിനെ അറിയാതെ ഒന്നുമല്ല. ബേബി സഖാവ് പിന്നെ ബുദ്ധിജീവി ആയതുകൊണ്ട് ബേബി സഖാവിൻ്റെ വിചാരം അദ്ദേഹം പറയുന്നതൊക്കെ എല്ലാവരും അങ്ങ് സ്വീകരിച്ചോളൂ എന്നുള്ളതാണ്. ബുദ്ധിജീവിയായി അങ്ങനെ ഒരു കുഴപ്പമുണ്ടല്ലോ. ജനത്തെ പറ്റിക്കുക എന്ന് പറയുന്നത് ഒരു തൊഴിലായിട്ട് കൊണ്ടുനടക്കുന്നുണ്ട്. അവരുടെ പ്രൊഫഷനും ഒബ്സഷനും രണ്ടും കൂടി ചേർന്നാവും. അതായത് നമുക്ക് ഒരു വ്യക്തതയുള്ള ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ നുണ പറയുകയാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യൻ്റെ മുഖത്ത് വരേണ്ട ചില ഭാവങ്ങളുണ്ട്. നമുക്ക് അറിയാതെ നമുക്ക് തോന്നും ഞാൻ പറയുന്നത് തട്ടിപ്പാണല്ലോ എന്ന്. പക്ഷേ ഇതൊന്നുമില്ലാതെയാണ് ഇവർ ഈ ചതുര വടിവത്ത ഭാഷയിൽ ഇത്തരത്തിലുള്ള ചില പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി പോകുന്നത്. ഇത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടപ്പോഴും ഇത്തരത്തിൽ എന്തോ ഒരു വേറിട്ട് നിൽക്കുന്ന ഒരു സംഗതി ഉണ്ട് എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇത് സാറിനോട് ചോദിച്ചത്. അത് അവർ അങ്ങനെയാണ്. അവർ ചതുര വടിവിലും ആർക്കും മനസ്സിലാവാത്ത ഭാഷയിലും ഒക്കെ എന്തൊക്കെ പറയും. അതുകൊണ്ട് അവർ ബുദ്ധിജീവികളാവും. നമ്മളൊരു കൊറോളറി തിയറി പറയാറില്ലേ? വലിയൊരു ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരാൾ പറഞ്ഞ ഒരു പക്ഷേ സാധാരണക്കാരനായി എനിക്ക് ചിലപ്പോൾ മനസ്സിലായിന്ന് വരില്ല, അല്ലേ? വലിയൊരു ബുദ്ധിജീവിയായുള്ള ഒരു മനുഷ്യനായുള്ള ഭാഷ പറഞ്ഞ് മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ നാളെ വിചാരിക്കാം അപ്പോൾ ഇയാൾ ബുദ്ധിജീവിയാണല്ലോ, കാരണം അയാളുടെ ഭാഷ എനിക്ക് മനസ്സിലായില്ല. എന്നാൽ പിന്നെ ഞാൻ നാളെ ആർക്കും മനസ്സിലാവാത്ത ഭാഷയിൽ സംസാരിച്ച് എന്നെ ബുദ്ധിജീവിയായിട്ട് പ്രഖ്യാപിച്ചാലോ? അപ്പോൾ ഞാൻ അങ്ങനെ സംസാരിക്കും. ആർക്കും മനസ്സിലാവാത്ത ഭാഷയിൽ സംസാരിക്കുക എന്നതാണ് ബുദ്ധിജീവിയുടെ ഭൂഷണം എന്ന് പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നു. പക്ഷേ ഇത് പാർട്ടിയെ സംബന്ധിച്ച് വലിയ ഒരു ചർച്ചയൊക്കെ വരില്ലേ? കാരണം ഇത് പൊതുസമൂഹത്തിലേക്ക് ഏറ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഈ പറയുന്ന ഓരോ വാക്കും പണ്ട് പത്രങ്ങളിലൂടെ ഒക്കെ മാറി മറിഞ്ഞ് അറിഞ്ഞു വരണം. പിന്നീട് അത് മാറ്റി പറയാൻ എളുപ്പമുണ്ട്. പക്ഷെ ഇന്നത്തെ കാലത്ത് അതല്ല. അത് പാർട്ടിയിൽ ചർച്ചയാവില്ലല്ലോ. പാർട്ടിയിൽ കഴിഞ്ഞ ദിവസം ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, സോണിയാഗാന്ധി നിഷ്കളങ്കയാണ്. അതെ, ശബരിമല പ്രശ്നത്തിൽ അതെ, സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. എങ്ങനെയാണ് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഇദ്ദേഹത്തിന് കഴിയുന്നത്? അദ്ദേഹത്തിന് കഴിയും, കാരണം ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി. അപ്പം അങ്ങനെ പറയാൻ പറ്റുള്ളൂ. പക്ഷേ അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദിച്ചപ്പോൾ സ്വർണം കട്ടവൻ ആരപ്പ എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞത് അത് സോണിയോട് ചോദിക്കാനാണ്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് ഉത്തരമുണ്ടെങ്കിൽ ജനറൽ സെക്രട്ടറിക്ക് ഉത്തരമില്ലാതെ പോകുന്നുണ്ട്. ജനറൽ സെക്രട്ടറി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചരിത്രം മറച്ചു പിടിച്ചുകൊണ്ട് പറയുകയും ചെയ്യുന്നില്ല. ചരിത്രം മറച്ചു വെച്ചുകൊണ്ട് പറയും. അവർ പല നേതാക്കന്മാർ പല ഭാഷയിൽ സംസാരിക്കും. അത് CPM-ൻ്റെ ഒരു പ്രത്യേകത. മുസ്ലിം ലീഗിന് CPM-ൻ്റെ എടുക്കുന്നതിനെ പറ്റി 2 കൊല്ലം ഒരു ചർച്ച നടന്നു. MP ഗോവിന്ദൻ ഒരു ഭാഷയിൽ പറയും, പിണറായി മറ്റൊരു ഭാഷയിൽ പറയും, ബേബി സഖാവ് മറ്റൊരു ഭാഷയിൽ പറയും. ഇത് ആൾക്കാരെ കൺഫ്യൂഷനാക്കാനാണ്. പിന്നെ അവർക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇത് പാർട്ടിയിൽ ഒരിക്കലും ഒന്നും ചർച്ചയിൽ ആരും ചോദിക്കില്ല. പാർട്ടികളെന്ന് പറഞ്ഞാൽ അവർ ഒരു ദാസ്യ മനോഭാവത്തോടെ പെരുമാറുന്ന ആൾക്കാരാണ് CPM. അവരൊരിക്കലും നേതാവിനെ ചോദ്യം ചെയ്യില്ല. സന്ദേശം ഫിലിമിൽ പറയുമില്ലേ, എന്തോ ഒരു സാറിൻ്റെ പേര് പറയും, ശങ്കരാചാര്യ. അദ്ദേഹം നമ്മുടെ ബുദ്ധിജീവിയാണ്, അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന്
ശ്രീനിവാസൻ ബോബി കൊട്ടാക്കര ഇത് പറയുന്ന പോലെയാണ്, ചോദ്യം ചെയ്യാൻ പാടില്ല. സർ, ഇതൊക്കെ പറയുമ്പോഴും ഇപ്പോൾ കുറച്ച് നേരം മുമ്പ് സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഹിന്ദു വിരുദ്ധനല്ല എന്നുള്ളത് സതീശൻ പറഞ്ഞിട്ടുണ്ട്. അവർക്കൊപ്പം നിൽക്കുന്ന പാർട്ടികളെ നമുക്കറിയാം, സമുദായ സംഘടനകളെ നമുക്കറിയാം. ഇപ്പോൾ MA ബേബി വന്നിട്ട് പറയുന്നു ഹിന്ദുക്കൾക്ക് വേണ്ടി പോരാടിയത് CPM ആണ്, ഇടതുപക്ഷമാണ് എന്ന് പറയുന്നു. ഇവർക്കൊപ്പം നിൽക്കുന്ന ആളുകളെയും നമുക്കറിയാം. ഇപ്പോൾ പെട്ടെന്നൊരു കൂട്ടുകൂടൽ, തൊട്ടു തീണ്ടായ്മ ഇല്ലാതിരിക്കുക എന്നുള്ള സ്റ്റേറ്റ്മെന്റ് വരിക, ഇതൊക്കെയാണ്. ഇത് രണ്ടും ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഹിന്ദുക്കളെയാണ്. അപ്പോൾ ഹിന്ദു വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ഇവരെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ട് മാറിയിട്ടില്ലേ? ഹിന്ദു വോട്ട് ബാങ്കിനെ പറ്റി ഇപ്പോൾ അവർ ബോധവാന്മാരാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ RSSൻ്റെ വളർച്ച കേരളത്തിലെ, BJPയുടെ ജനസമ്മതിയിലുള്ള വർധനവ്, കൂടാതെ അഖില ഭാരതീയമായിട്ടുള്ള ഒരു ഹിന്ദുത്വ ഉണർവുണ്ട്, എസ്പെഷ്യലി ആഫ്റ്റർ 2014 മോഡിയുടെ വരവിന് ശേഷം. അപ്പോൾ അതിൻ്റെ ചില അനുരണനങ്ങൾ കേരളത്തിലുണ്ടാവും. അപ്പോൾ ആ നിലയ്ക്ക് നോക്കിക്കഴിയുമ്പോൾ ഒരു ഹിന്ദു വോട്ട് ബാങ്ക് രൂപം പ്രാപിക്കുന്നുണ്ടെന്ന് അവർക്ക് ചെറിയൊരു ഭയമുണ്ട്. വന്നിട്ടില്ല എന്നുള്ളവർക്കറിയാം. പിന്നെ അതിൻ്റെ എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജ് കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഇത് കുറേ പാവങ്ങൾ ഇത് വിശ്വസിക്കും. എന്നിട്ട് അവർ പറയും AKG സമരം ചെയ്യണം കണ്ടില്ലേ എന്ന് പറഞ്ഞ് പടം കാണിക്കും. നോക്കുമ്പോൾ AKG ആണത്. ഇപ്പോൾ അത് നെറ്റിലടിച്ച് നോക്കിയാൽ കിട്ടും. AKG കേരളപ്പരിയും കൂടി ഇരിക്കുന്ന പടം കിട്ടും. AKG ആരാ? CPM നേതാവ്. അന്ന് പാർട്ടി ഉണ്ടോ എന്നുള്ളത് പ്രശ്നമില്ല. ഇപ്പോൾ ഇവർ തമ്മിൽ ഇപ്പോൾ പരസ്പരം പറയാറില്ലേ RSSൻ്റെ വോട്ട് മേടിച്ചില്ലേ എന്ന് സതീശൻ പിണറായി ചോദിക്കും. പിണറായി താൻ ഗോൾവാൾക്കറുടെ പടത്തിൻ്റെ മുമ്പിൽ നിലവിളക്ക് കൊടുത്തില്ലേ എന്ന് തിരിച്ചു ചോദിക്കും. അപ്പോൾ 1977 ഇലക്ഷന് ജനസംഘം മത്സരിക്കുന്നില്ല, ജനതാ പാർട്ടി മത്സരിക്കുന്നത്. ജനസംഘമൊക്കെ അതിൽ ലയിച്ചു കഴിഞ്ഞു. ആ സമയത്ത് EMS KG മാരാറിന് വേണ്ടി പ്രചരണം നടത്തിയിട്ടുണ്ട്. LK അഡ്വാനി പാലക്കാട് വന്ന് CPM സ്ഥാനാർത്ഥിക്ക് വേണ്ടി മത്സരിച്ചു. ഇതൊക്കെ ശരിയാണ്. പക്ഷേ അന്ന് ജനസംഘം ഇല്ല എന്നുള്ള ഫാക്റ്റ് മറച്ചു വയ്ക്കും. ഇപ്പോൾ സാധാരണ പുതിയ ജനറേഷനിലെ ആൾക്കാർക്ക് 1977 ജനതാ പാർട്ടി രൂപീകരിച്ചു എന്നുള്ളതിനെ പറ്റിയിട്ട് എത്ര പേർക്കറിയാം? ജനതാ പാർട്ടി എന്നൊരു പാർട്ടിയുടെ ഭരിച്ചിട്ടുണ്ടെന്ന് അറിയുന്നവർ ഒരു ചുരുക്കം ഇരിക്കില്ലേ. മൊറാർജി എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. മൊറാർജി ഏത് പാർട്ടിക്കാണ്? കോൺഗ്രസ് ആണെന്ന് പറയും. ഇന്ദിരാഗാന്ധിക്ക് കുറച്ച് ദിവസം ഒഴിവുണ്ടായിരുന്നില്ല, അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് മൊറാർജിനെ ഏൽപ്പിച്ചാന്ന് പറയും. അങ്ങനെ ചിന്തിക്കുന്നവരാണ്. പൊളിറ്റിക്കൽ കോൺഷ്യസ്നസ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഹിസ്റ്ററി അറിയാത്തവരാണ് ഇവർ. അങ്ങനത്തെ ആൾക്കാരാണ് ഭൂരിപക്ഷം. അവരെ പറ്റിക്കാൻ പറ്റിയ സംഭവങ്ങളാണ്, സംസാരങ്ങളാണ് ഇതൊക്കെ. ഇപ്പോൾ ആ സമയത്ത് AKG കോൺഗ്രസ് ആയിരുന്നു എന്ന് പറഞ്ഞു. ഇതിൻ്റെ സാധ്യത അന്വേഷിച്ച് പോകുന്നവർ കൂടുതലായിരിക്കില്ല. കാരണം ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെയാണ്. ഇപ്പോഴത്തെ ജനറേഷനിൽ ഒരു ചെറിയൊരു വിഭാഗം ഉണ്ടാവും അന്വേഷിക്കുന്നവർ. അല്ലാതെ ഹിസ്റ്ററി, പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഇതൊക്കെ ചിന്തിക്കുന്ന യങ്സ്റ്റേഴ്സ് വളരെ കുറവല്ലേ? ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഹിസ്റ്ററി സബ്ജക്റ്റായിട്ട് പഠിക്കുന്നവരോ, ഇക്കണോമിക്സ് സബ്ജക്റ്റായിട്ട് പഠിക്കുന്നവരോ, അതല്ലെങ്കിൽ വല്ല സിവിൽ സർവീസിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവരോ, ഇനി കുറേ പേര് PSCക്ക് വേണ്ടി ശ്രമിക്കുന്നവരോ ഒക്കെ ചിലപ്പോൾ ഇത് ഒന്ന് അന്വേഷിച്ചു എന്നിരിക്കും. ചിലർ ശരിയല്ല, ബേബി സഹ പറഞ്ഞാൽ പിന്നെ തെറ്റില്ലല്ലോ. ഇപ്പോൾ സാറ് പറഞ്ഞു BJPയുടെയും RSSൻ്റെയും ഒരു പ്രവർത്തനം അതിനെ ഭയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ BJPക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ RSSൻ്റെയോ പ്രവർത്തനം കൃത്യമായിട്ട് ചോദിക്കുകയാണെങ്കിൽ RSSൻ്റെ പ്രവർത്തനത്തെ അല്ലേ ബേബി സഖാവും UDF ഒക്കെ ഭയപ്പെടുന്നത്? അതോ BJPയുടെ പ്രവർത്തനമാണ്? അടിസ്ഥാനപരമായിട്ട് RSSൻ്റെ പ്രവർത്തനമാണ്. കാരണം RSS ആണല്ലോ ആ ഒരു വിശാലമായിട്ടുള്ള എന്താ പറയുക ഫാമിലി ഓഫ് ഐഡിയോളജി. RSS പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഐഡിയോളജിയുടെ ഒരു ഹെഡ് എന്നുള്ള സാധനം RSSനല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് RSSൻ്റെ വളർച്ച അനുസരിച്ചായിരിക്കുമല്ലോ ഐഡിയോളജി സബ്സ്ക്രൈബ് ചെയ്യുന്ന മറ്റ് സംഘടനകൾ ലൈക്ക് BJP, BMS, വിശ്വ പരിഷത്ത് അല്ലെങ്കിൽ ABVPയുടെ ഒക്കെ വളർച്ചയുടെ ഒരു അടിസ്ഥാനം RSSൻ്റെ ശക്തിയായിരിക്കില്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും RSSൻ്റെ വളർച്ചയെ തന്നെയാണ് അവർ ഭയപ്പെടുന്നത്. അതുകൊണ്ടല്ല അവർ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞത് മോഡി ഇന്ന് RSS ആണ് ഇന്ത്യ ഭരിക്കുന്നത്, RSSൻ്റെ വരണമെന്ന് അവർ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു. BJPയുടെ വരണമെന്ന് പറയില്ല, അങ്ങനെ പറയാറുണ്ട് അവർ. അതാണ് പറയുന്നത് RSS ഇന്ത്യ ഭരിക്കുന്നു, RSSൻ്റെ ഭരണം വന്നു, RSSകാരനായ മോദി ഭരിക്കുന്ന എന്നും പറയില്ല. RSS ഭരിക്കണമെന്നാണ് പറയുക. മോഡീനെ ഇരുത്തിയൊക്കെയാണ് RSSകാർ കുറച്ച് നാളൊന്ന് ഭരിക്കുക. ഞങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാനൊന്ന് ഭരിച്ചതാണ്.
എന്നുള്ള മട്ടിൽ അവർ പറയുക. RSSൻ്റെ ഭരണം, BJPയുടെ RSSകാരനായ മോഡി ഒന്നും പറയില്ല. ഇന്ത്യയുടെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും BJP ഭരണമായി. വളരെ ചുരുക്കം സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഇല്ലാത്തത്. അതെ, അപ്പോൾ അത് ഇങ്ങോട്ടേക്ക് വ്യാപിക്കുന്നു എന്നുള്ളൊരു ഭയം ഉണ്ടാവില്ല? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. ആ ഭയമുള്ള അവർ നടക്കുന്നത്. ഈ ഇന്ത്യ സഖ്യത്തിലെ 2 മുന്നണികൾക്കും ആ ഭയമുണ്ട്. കാരണം CPM സംബന്ധിച്ച് സത്യത്തിൽ അങ്ങനെ ഭയക്കേണ്ട ഒരു സംവിധാനമാണോ RSSും BJP? ഭയക്കാന്ന് പറഞ്ഞാൽ അധികാരമോഹം കൊണ്ട് നടക്കുന്നവർക്ക് അവർ അധികാരം നഷ്ടപ്പെടുമ്പോൾ ഭയം ഉണ്ടാവില്ലേ? ഇപ്പോൾ CPM സംബന്ധിച്ച് അവർക്ക് ഇനി ആകെയുള്ള എന്തെന്നാ പറയുക, അവസാനത്തെ തുരുത്തല്ലേ ഇത്. ഇതും കഴിഞ്ഞാൽ അവരെങ്ങോട്ടാ പോവുക? ശ്രീലങ്കയ്ക്ക് പോകേണ്ടി വരും. തെക്കോട്ട് വന്നിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുകയല്ലേ. തമിഴ്നാട്ടിൽ സ്റ്റാലിൻ 2-3 സീറ്റ് കൊടുത്തിട്ട് അവിടെ നിർത്തും. അല്ലാതെ അവിടെ പാർട്ടി വളരാൻ അയാൾ സമ്മതിക്കില്ലല്ലോ. അത്തരം ഇതൊന്നും കൊടുക്കില്ല. പാർലമെൻറ്റിലേക്കൊരു സീറ്റ്, അസംബ്ലിക്ക് വേണമെങ്കിൽ 5-10 സീറ്റ് മത്സരിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ ജയിക്കുക എന്ന് പറയും. അപ്പോൾ തമിഴ്നാട്ടിൽ പോകാൻ ഗതിയില്ല. കർണാടകത്തിൽ ഈതർ കോൺഗ്രസ് ഓർ BJP എന്നുള്ളതാണ്. ഇവർക്ക് ഒരു പ്രസക്തിയില്ല. ആന്ധ്രയിൽ എന്താ പ്രസക്തിയില്ല? ഒരു കാലത്ത് ഒരു ജനറൽ സെക്രട്ടറി ഉണ്ടായിരുന്ന സ്ഥലമല്ലേ P. സുന്ദരയ്യയുടെയൊക്കെ സ്ഥലമാണ് ആന്ധ്ര. നാളെ എന്താ അവർക്കുള്ളൂ? ബീഹാർ ഒരു കാലത്ത് ഇവർക്ക് ശക്തി ഉണ്ടായിരുന്ന സ്ഥലമാണ്. അൺഡിവൈഡഡ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒന്നുമില്ല. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് RSSൻ്റെ വളർച്ചയെ അവർ ഭയപ്പെടും. RSSൻ്റെ വളർച്ച പറഞ്ഞാൽ ദേശീയബോധമുള്ള അല്ലെങ്കിൽ ദേശീയതയുടെ വക്താക്കളുടെ വളർച്ചയാണ്. ദേശീയതയ്ക്കെതിരാണ് അവർ. അതുകൊണ്ടാണല്ലോ ചൈനയെ, ഓസ്ട്രേലിയയും ഇന്ത്യയും ജപ്പാനും ഒക്കെ കൂടി ചൈനയെ വളഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് സീതാറാം യെച്ചൂരി ഇടയ്ക്കിടയ്ക്ക് കരയാറുണ്ടായിരുന്നില്ലേ? സങ്കടം വരുന്നു അദ്ദേഹത്തിന് അതിൻ്റെ പേരിൽ. അതുപോലെ എന്താ പറയുക, നമ്മളെ മറ്റ് സ്റ്റേറ്റുകളിൽ ആൾക്കാർക്ക് എന്തെങ്കിലും ദാരിദ്ര്യമോ അല്ലെങ്കിൽ വെള്ളപ്പൊക്കമോ ഇതുപോലെയൊക്കെ വന്നാലേക്കാരുടെ സങ്കടം എല്ലാവർക്കും ക്യൂബയിലോ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അവർ ഭയപ്പെടുന്ന RSSനെ തന്നെയാണ്. RSSൻ്റെ വളർച്ച തന്നെയാണ് BJPയുടെ രാഷ്ട്രീയ രംഗത്തെ വളർച്ച എന്നുള്ളത് അവർക്കറിയാം. അപ്പോൾ അതിനെ ചെറുതാക്കാനുള്ള എല്ലാം ചെയ്യും. അവരാണ് ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് വെച്ച് വരുന്നത്. അപ്പോൾ RSSകാർക്ക് ഇന്നാളും വന്നവരാണ്. ഞങ്ങൾ ക്ഷേത്രപ്രവേശനം നിങ്ങൾക്ക് മേടിച്ചു തന്നില്ലേ? കുറേ പാവങ്ങൾ, പ്രത്യേകിച്ച് അവരുടെ പാർട്ടിയാണെങ്കിൽപ്പെട്ട കുറേ പാവങ്ങൾ വിശ്വസിക്കും. വേറെ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല.